പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ പ്രധാനപ്പെട്ട വാർത്ത. താനൂരിൽ നിന്ന് പോയ ആ പെൺകുട്ടികളുണ്ടല്ലോ, അവർ രണ്ടുപേരും നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. നാളെ പുലർച്ചയോടുകൂടി താനൂരിൽ അവരെത്തും. ഒരു നാടിനെ മുഴുവൻ തീറ്റിരിച്ച രണ്ട് പെൺകുട്ടികളാണ്. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുമായി കേരള പോലീസ് സംഘം പൂനെയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു. പനവേലിൽ നിന്ന് ട്രെയിൻ മാർഗമാണ് കേരളത്തിലേക്ക് വരുന്നത്. പെൺകുട്ടികൾക്കൊപ്പം യാത്ര ചെയ്ത എടവണ്ണ സ്വദേശി റഹീം അസ്ലമിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കും. അതേസമയം വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് കാണാതായ പെൺകുട്ടിയുടെ പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്കൊന്ന് കേട്ടുവരാം. അല്ലേ, നമ്മളെ മക്കൾ അങ്ങനെ പോയതുകൊണ്ട് അവരെ നമ്മളിവിടെ തീറ്റിച്ചും കൊണ്ട് നമ്മളെല്ലാവരും ധരിപ്പിച്ചും കൊണ്ട് അവർ അപ്പീലാണ് അവർ നടക്കുന്നത്. സാർ ഇന്നലെ ഡിവൈസ് സാറ് ഒരു വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞ് നമ്മളാണ് തീ തിന്നണത്, അവരൊക്കെ നല്ല അപ്പീലാണെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് സംഭവിക്കും നമുക്കറിയില്ലായിരുന്നല്ലോ. AP നദീറ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പൂനെയിൽ നിന്നും. നദീറ പൂനെയിലേക്ക് പോയി, പക്ഷേ പെൺകുട്ടികൾ അവിടെ നിന്നിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. നദീറ, എന്തായാലും ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ വല്ലാതെ ആശങ്കയിലായിരുന്നു. രാത്രി 2:40 ആകുന്നതുവരെ നമ്മൾ അക്ഷരാർത്ഥത്തിൽ തീർന്നിരിക്കുകയായിരുന്നു. എന്തായാലും പെൺകുട്ടികളെ കണ്ടെത്തി അവർ സുരക്ഷിതരായി നാട്ടിലേക്ക് മടങ്ങുകയാണ്. നാളെ അവർ വീട്ടിലേക്ക് എത്തിച്ചേരുമല്ലേ? ഡോക്ടർ അരുൺകുമാർ, കൃത്യം 3:15 പെൺകുട്ടികളുമായി കേരള പോലീസ് സംഘം കേരളത്തിലേക്ക് തിരിച്ചു. ഇവിടെ CWC ആസ്ഥാനത്തായിരുന്നു അവരെ പാർപ്പിച്ചിരുന്നത്. അവിടെ വന്നാണ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി പെൺകുട്ടികളുമായി 4-അംഗ പോലീസ് സംഘം താനൂരിലേക്ക് തിരിച്ചിരിക്കുന്നത്. ഇവർ ട്രെയിൻ മാർഗമാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. 5:45 അവരുടെ ട്രെയിൻ കേരളത്തിലേക്കുള്ളത്. അത് പനവേൽ ജംഗ്ഷനിൽ നിന്നായിരുന്നു അവർക്ക് ട്രെയിൻ. അതുകൊണ്ട് ഇവിടെ നിന്ന് നേരത്തെ ആ 3:30 സമയത്ത് തന്നെ അവർ ഇവിടുന്ന് പുറപ്പെട്ടു. അവർ ഇപ്പോൾ ട്രെയിനിൽ കേരളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഉച്ചയോടെ 12 മണിയോടുകൂടി കേരളത്തിൽ എത്തിച്ചേരുമെന്നാണ് നമുക്കറിയുന്നത്. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രിയായിരുന്നു അവരെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിയിലാകുന്നതും അവരെ പൂനെയിലേക്ക് കൊണ്ടുവരുന്നതും. അവർ വീട്ടിൽ നിന്ന് ഒരു സാഹസിക യാത്രയ്ക്ക് പുറപ്പെട്ടു, അല്ലെങ്കിൽ ഉല്ലാസ യാത്രയ്ക്ക് പുറപ്പെട്ടു എന്ന കാര്യമാണ് അവരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചതെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ഇനി കൂടുതൽ അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റ് ദുരുദ്ദേശങ്ങളൊന്നും തന്നെ അവർക്കുണ്ടായിരുന്നില്ല എന്നാണ് ഇതുവരെയും നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ബോധ്യമായിരിക്കുന്നത്. ഇവരോടൊപ്പം യാത്ര ചെയ്തെന്ന് പറയുന്ന മുംബൈയിൽ എത്തിയ ആൾ, അയാളെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും അയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നങ്ങളും കുട്ടികൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ലെന്നും അങ്ങനെയുള്ള ഒരു ദുരുദ്ദേശമോ ഒന്നും തന്നെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ലെന്നുമാണ് പറയുന്നത്. വീട്ടിൽ നിന്ന് നീരസം തോന്നി വീട് വിട്ടിറങ്ങുകയും ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയും ചെയ്തു എന്നാണ് കുട്ടികൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ അവരോട് സംസാരിച്ചതിൽ നിന്ന് പോലീസിനെ അറിയാനും സാധിച്ചില്ല. എന്തായാലും കുട്ടികൾ സുരക്ഷിതരായി തിരിച്ചെത്തുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യം. ഇന്നലെ രാത്രി മുഴുവൻ നമ്മൾ ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു. ഈ കുട്ടികളെ കണ്ടെത്തിയ വിവരം ആദ്യം കേരളത്തെ അറിയിച്ചതും റിപ്പോർട്ടർ TV-യാണ്. ലൈവ് സംപ്രേഷണമായിരുന്നു. നമ്മൾ രാത്രി 2 മണിക്ക്, ഇന്ന് പുലർച്ചെ 2 മണിക്ക് ഈ വിവരം നമ്മൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. അതിനുശേഷം പിന്നീട് കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ കൊടുത്തു. പെൺകുട്ടികൾ ആദ്യം കേരളത്തിൽ നമ്മളോട് സംസാരിച്ചതും റിപ്പോർട്ടർ TV വഴിയാണ്. അതിനുശേഷം പിന്നീട് ഇന്ന് പുലർച്ചെ ഞങ്ങൾ എന്തായാലും തിരിച്ചു വരുമല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ വാർത്ത വീണ്ടും കൊടുക്കുന്നത് എന്നീ പെൺകുട്ടികൾ നമ്മളെ വിളിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊരു വാർത്തയാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ഇനി കുട്ടികളുടെ ദൃശ്യങ്ങളോ പേരോ ഉപയോഗിക്കില്ല എന്നൊരു തീരുമാനമെടുത്തിരുന്നു.